നമ്മുടെ ഇവിടെ അരാന്തര വെറൈറ്റി ഒത്തിരി നമ്മൾ നട്ടുവെച്ചിട്ടുണ്ടായിരുന്നേ വളർത്താനായിട്ട്. അപ്പോൾ ഇന്ന് അതൊക്കെ മുറിച്ചെടുക്കണം. അതുപോലെ അതിനെ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒത്തിരി തൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് കണ്ടോ, എൻ്റെ അത്ര ഹൈറ്റിലുണ്ട്, അതായത് 6 അടി 7 അടി പൊക്കത്തിലോട്ട് വരുമ്പോഴാണ് ഇങ്ങനത്തെ അരാന്തര വെറൈറ്റികൾ ഫ്ലവർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഈ പ്ലാന്റിനെ പറ്റും. അതായത് ഈ പ്ലാന്റ് ഇത് കണ്ടോ, റൂട്ടുകൾ ഫോം ചെയ്തേക്കുന്നുണ്ടോ. ഇങ്ങനെ റൂട്ടുകൾ ഫോം ചെയ്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നിന്ന് കട്ട് ചെയ്താൽ പുതിയ റൂട്ടുകളും പുതിയ പ്ലാന്റ് ഇതിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് കിളിച്ചും വരും. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ പ്ലാന്റ്സ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനുണ്ട്, കട്ട് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് എല്ലാ പ്ലാന്റും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഒരു റൂട്ട് മാത്രം ഉണ്ടെങ്കിലും റൂട്ട് ഇല്ലെങ്കിലും നന്നായിട്ട് വളരും കേട്ടോ. അപ്പോൾ ഞാൻ താണ്ട ഒരു റൂട്ട് വെച്ചിട്ട് മുറിച്ചെടുക്കാൻ പോവാം കേട്ടോ. കണ്ടോ, ഇതുപോലെ കേട്ടോ ഈ പ്ലാന്റുകൾ വളർത്തുന്നേ. ഇതെല്ലാം നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് നട്ട് വളർത്തിയാൽ ഒത്തിരി പ്ലാന്റുകൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റി ആട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിൽ ഇങ്ങനത്തെ അരാന്തര വെറൈറ്റികളൊക്കെ ഇങ്ങനെ വളർത്താനായിട്ട് ഇട്ടേക്കുമായിരുന്നേ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള പ്ലാന്റുകൾ, വളർന്ന് ഹൈറ്റ് വെച്ച പ്ലാന്റുകളൊക്കെ നമ്മളിങ്ങനെ മുറിച്ചെടുക്കാം. ഇനി ഈ ഒരു പ്ലാന്റ് ഉണ്ടോ, ഇതിൽ റൂട്ടില്ല കേട്ടോ, എന്നാലും നമുക്ക് ഇതിനെ മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഒത്തിരി ലെങ്ത് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നട്ട് വെച്ചാൽ തനിയെ റൂട്ടുകൾ ഫോം ആയിക്കോളും. ഇല്ലെങ്കിൽ നമ്മൾ ബാസ് ഗോൾഡ് പോലുള്ള ഇതിൽ റൂട്ടിങ് ഹോർമോണും കൂടെ ഒന്ന് കൊടുത്താൽ മതി. ഇതാ ഈ ചെടി കണ്ടോ, ഈ ചെടി നേരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണേ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇതാ 2 പ്ലാന്റ് കണ്ടോ വളർന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്താൽ ഒത്തിരി തൈ ഉണ്ടാവും. ഇതാ ഈ ഒരു പ്ലാന്റ് കണ്ടോ, നമ്മൾ ഒത്തിരി കാലമായിട്ട് മുറിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ചെടിയാണ് കേട്ടോ. ഈ ഒറ്റ ചെടിയിൽ എത്ര പ്ലാന്റാണ് ഉള്ളതെന്ന് നോക്കി. നമ്മൾ നേരത്തെ മുറിച്ചെടുത്തു, വീണ്ടും ആ പ്ലാന്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ മുറിച്ചെടുക്കും. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇനിയിപ്പോൾ സെയിൽസിന് അവൈലബിൾ ആവും. ഈ അരാന്തര വെറൈറ്റിയിൽ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ, നല്ല ബൊക്ക പോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇതിൽ. നിങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ എപ്പോഴും നല്ല റൂട്ടുള്ള തന്നെ തരത്തുള്ളൂ. നമുക്ക് റൂട്ടില്ലെങ്കിൽ ഞാൻ കിളിപ്പിച്ചത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെ റൂട്ടില്ലാതെ നമുക്കിതിനെ വളർത്താം. ഇപ്പോൾ നമ്മൾ മുറിച്ച സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കരി അപ്ലൈ ചെയ്ത് കൊടുക്കണം. കരി ഒരു നാച്ചുറൽ ഫംഗിസൈഡാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമ്മുടെ സാഫാണ് കേട്ടോ. സാഫ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എല്ലാം മുറിച്ച സ്ഥലത്തും പുരട്ടി കൊടുക്കും. അതിൽ മുറിച്ചെടുത്ത പ്ലാന്റിലും നമ്മൾ ഇതുപോലെ തന്നെ പുരട്ടി കൊടുക്കണം കേട്ടോ. നമ്മളിത് സാഫ് ഇതായത് നോക്കി ഒരു കുപ്പിയിൽ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതിങ്ങനെ ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇത് കണ്ടോ, അത് ഒത്തിരി ഹൈറ്റ് വെച്ച് പോയി കേട്ടോ. ഇതിന് നമ്മുടെ ജെയ്ഡ് വൈനൊക്കെ മൂടിക്കിടന്നിട്ടേ ഇവരൊക്കെ പൂക്കാതെ കിടക്കുമായിരുന്നു. ഇത് നല്ല വെയിലത്ത് വെക്കേണ്ട പ്ലാന്റായത്. നമ്മൾ നല്ല വെയിലത്ത് വെച്ചാൽ വളർത്തിയത്. പക്ഷേ ജെയ്ഡ് വൈൻ കയറിയപ്പോൾ ഇവർക്ക് തണലായിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് വെട്ടിയിങ്ങനെ മാറ്റി വെയിലത്തോട്ട് വെക്കുകയും ചെയ്യാം. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അത് അരാന്തര വെറൈറ്റി സെയിലിൽ എഴുപ്പമുണ്ടോ എന്ന്. അപ്പോൾ അതാ ഓരോന്നായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് തരാനുള്ള പ്ലാന്റാണ് കേട്ടോ. ഓർക്കിഡ് കാട് പിടിച്ച് കിടക്കുക കേട്ടോ. ഇതാണ്ട് കണ്ടോ, ഇതൊരു അരാന്തര വെറൈറ്റി കേട്ടോ. ഇതുപോലെ നമ്മൾ മുറിച്ച് എല്ലായിടത്തും മുറിച്ചെടുക്കുക. ഇത് കണ്ടോ, ഇതൊക്കെ പടന്നിട്ട് ഇതുണ്ട് ഇങ്ങനെ വള്ളി പോലെ വീഴാൻ തുടങ്ങി. ഇതൊക്കെ ഇനി ഒന്നെങ്കിൽ പിടിച്ച് കെട്ടണം, അല്ലെങ്കിൽ മുറിച്ചെടുക്കണം. ഇത്രയും ഹൈറ്റുള്ള പ്ലാന്റൊക്കെ നല്ലതാണ്. പക്ഷേ പിടിച്ച് കെട്ടിയില്ലെങ്കിൽ ഇങ്ങനെ വള്ളി ഒരുമാതിരി ആയി പോകും കേട്ടോ, വള്ളി പോവും. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതൊക്കെ മതിലേ പിടിപ്പിക്കാൻ പറ്റുമോ. അതാ മതിലേ പിടിപ്പിച്ചിരുന്നതാണ്. മതിലും കഴിഞ്ഞ് ഇതാ ഒക്കത്തിൽ പോയേക്കുക കേട്ടോ. അപ്പോൾ ഇത് മുറിച്ചെടുക്കുവാണേ. കാരണം ഇനി ഇത് ഹൈറ്റിൽ പോയാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഒത്തിരി ഹൈറ്റ് വിടാതിരിക്കുന്നത് നല്ലത്. ഒത്തിരി ഹൈറ്റ് ആയാൽ പിന്നെ നമുക്കിതിനെ ഒന്നും ചെയ്യാൻ പറ്റൂല.
ഒരു പൂ പിടിച്ചാൽ നമുക്ക് നല്ല കാണാനൊന്നും പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മളങ്ങ് മുറിച്ചെടുക്കണം കേട്ടോ. ഇതാ ഇവിടെ ഒരു 500 ആന നിൽപ്പുണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. കണ്ടോ, ഇത് വലുതായിട്ട് നിൽക്കുന്ന പ്ലാന്റ് കണ്ടോ. അപ്പോൾ ഇത് ഇച്ചിരി വലിയ വെയിറ്റുള്ള പ്ലാന്റ്. നോക്കി, നല്ല വലിയ കനമുള്ള പ്ലാന്റ് കേട്ടോ, എന്നെ പോലെ നല്ല വെയിറ്റൊക്കെ ഉള്ള പ്ലാന്റ്. ഇത് കണ്ടോ, സ്പൈക്കൊക്കെ വന്ന് ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിൽ ഇവിടെ നന്നായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ മതിലിൻ്റെ പുറത്തായതുകൊണ്ടേ ചിലപ്പോൾ അതവിടെ വാഴത്തില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ എടുക്കുക. ഇനി ഒത്തിരി തൈ ഉണ്ടാവും ഇങ്ങനെ വെട്ടിയെടുത്താൽ. ഇതെല്ലാം സ്പൈഡർ ഓർക്കിഡുകളാണ് കേട്ടോ. ഇതിനൊക്കെ നല്ല വെയിൽ വേണം. നമ്മൾ വെയിൽ കൊടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ പൂക്കാത്തത്. അപ്പോൾ ഇതൊക്കെ ഇനി മുറിക്കണം. ഇത് വേറെ ദിവസം മുറിക്കാം. ഇന്നിപ്പോൾ ഇതിനെല്ലാം പേരിടണം. പിന്നെ എല്ലാം ഒന്ന് സേഫാക്കി കമ്പിയൊക്കെ കെട്ടി സെയിലിന് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പം ആർക്കെങ്കിലും അരാണ്ട വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിലുണ്ട്, ഇല്ലെങ്കിൽ നേരിട്ട് വന്നാലും എടുക്കാം. നല്ല അടിപൊളി പ്ലാന്റാണ് കണ്ടോ. നമ്മുടെ ക്ലൈമറ്റിൽ തന്നെ വളർന്നതും കൂടെ ആയതുകൊണ്ട് കൊണ്ടുവച്ച് അടിപൊളിയായിട്ട് ഗ്രോ ആയിക്കോളും കേട്ടോ. ഇപ്പം നമ്മൾ മുറിച്ചതിനകത്ത് അരാന്തരയുടെ യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, അതിൽ 500 ആനുണ്ട്, സ്പൈഡറാന്ന് ഇഷ്ടം പോലെ നമുക്ക് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം ഈ കട്ടൻറ്റുകളിലെല്ലാം ഫംഗിസൈഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി റെഡും യെല്ലോയും എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് നമുക്ക് പ്ലാന്റ് കാണുമ്പം തന്നെ അറിയാം. അല്ലാതെ തന്നെ നമ്മൾ കട്ട് ചെയ്ത പ്ലാന്റുകൾ യെല്ലോ വേറെയും റെഡ് വേറെ ആയിട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ പ്ലാന്റുകൾ കാണുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. യെല്ലോയ്ക്ക് കുറച്ച് കനം കുറവും റെഡിന് കുറച്ച് കനം കൂടുതലുള്ളതായിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ. അപ്പം അടിപൊളി പ്ലാന്റ് ആട്ടോ എല്ലാം. അപ്പോൾ ഇതിനെല്ലാം നട്ട് സൂപ്പറായിട്ട് വളർത്തണം. നമ്മൾ മുറിച്ച അരാന്തരയുടെ ഫ്ലവർ കണ്ടോ. ഈ ഒരു ഏരിയയിൽ നമ്മളിങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്തേക്കും കേട്ടോ ഈ അരാന്തരയുടെ ഫ്ലവേഴ്സ് പിടിക്കാനായിട്ട്. അപ്പം ഇത്രയും ആകുമ്പോഴേ പൂത്ത് തുടങ്ങും. ഇതുപോലെ നല്ല വെയിലത്ത് വെച്ചാലാണ് ഈ പ്ലാന്റ് ഫ്ലവർ ചെയ്യുന്നത് കേട്ടോ.